പ്രസാദിച്ചിരിക്കുന്ന കർത്താവ് കേട്ടതുപോലെ കർത്താവ്. അപ്പൊ അങ്ങയുടെ സ്വർഗീയ ശബ്ദം ഞങ്ങൾ കേൾപ്പാൻ ഞങ്ങൾ സഹായിക്കണം കർത്താവെ. അപ്പൊ ഈ ജലത്തെ ഞങ്ങൾ ശുദ്ധീകരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്നാനപ്പെടുന്ന ഓരോ മക്കളെ ഞങ്ങളുടെ കരങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അപ്പൊ അങ്ങനെ ശക്തി മക്കളെ നിറയ്ക്കണം കർത്താവ്. അപ്പൊ അടിയെ ബലപ്പെടുത്തണം കർത്താവ്. തുടർന്ന് ഞങ്ങളുടെ സാന്നിധ്യം കൂടിയിരിക്കണം കർത്താവ്. ഞങ്ങളുടെ ശക്തി ഇരിക്കണം കർത്താവ്. പ്രാർത്ഥന സ്തോത്രം എല്ലാ നാമത്തിൽ തന്നെ. പ്രാർത്ഥനയോടെ കടന്നു വരാം. എല്ലാവരും സ്തോത്രത്തോടെ, എല്ലാവരും മൗനമായിരിക്കാതെ എല്ലാവരും സ്തോത്രത്തോടെ പരിശുദ്ധാത്മന നിറവോടെ എല്ലാവരും നൽകുന്ന പ്രാർത്ഥന സ്തോടെ നമുക്കായിരിക്കും. അതെടുത്തോ, അത് പൊത്തിയെടുത്തോ, പടിയെ തന്നെ വെച്ചോ. അങ്ങനെ ബലം പിടിക്കരുത്, താങ്ങി കൊടുക്കണേ. എല്ലാവരും മകനെ ഞങ്ങളുടെ കയ്യിലെ സമർപ്പിക്കുന്നത് സ്തോത്രം. മാനവരാശിയുടെ പാപപരിഹാരത്തിനായി സ്വർഗത്തിലെ സകല മഹിമകളെയും വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങളെല്ലാം വഹിച്ച് കാൽവരി ക്രൂശിൽ യാഗമായി തിരുവെഴുത്തുപോലെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ആമേൻ സ്വർഗത്തിൽ വസിക്കുന്ന നിന്നും പിതാവിനകത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധർക്കായി വീണ്ടും വരുമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ സഹോദരൻ ഉണ്ണി വിശ്വസിക്കുന്നുവോ? ആമേൻ. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവാൻ കർത്താവിന്റെ കൽപ്പനയാലും നിന്റെ മകന്റെ സാക്ഷ്യവാചകങ്ങളാലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജലത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് ലഭിക്കും. പരിശുദ്ധനായ ദൈവസ്വർഗത്തിലെ പിതാവ്, നല്ല സമയത്തിന് നന്ദി പറയുന്ന കർത്താവ്, മകനെ ഞങ്ങളുടെ കരങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ്, ഈ പാൽക്കാലം കർത്താവ് ജലത്തിൽ സാക്ഷിയിരിക്കാൻ ദൈവം ബലപ്പെടുത്തി കൃപയ്ക്ക് സ്തോത്രം ചെയ്ത് കർത്താവ്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവ് ഉണ്ണി സഹോദരനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അങ്ങോട്ട് ചേരുവാൻ അങ്ങനെ സാക്ഷിയാകുവാൻ മകനെ നിറച്ച് കൃപയ്ക്ക് സ്തോത്രം ചെയ്ത് കർത്താവ് അങ്ങയുടെ കരങ്ങളെ സമർപ്പിക്കുന്നു. മകനെ മുഖത്തോടിക്കണം കർത്താവ് പ്രാർത്ഥന കൃപയ്ക്ക് സ്തോത്രം എല്ലാ ശിശുവിന്റെ നാമത്തിൽ തന്നെ. സ്തോത്രത്തോടും മരണപര്യന്തം ഫോട്ടോസ് മാത്രം എടുക്കാം, ഫോട്ടോ മാത്രം എടുക്കാം, വീഡിയോ എടുക്കല്ലേ. ഇങ്ങോട്ട് എങ്ങനെ പറ്റും അങ്ങനെ കയറി പോകാനും തോർത്തും അങ്ങോട്ട് കൊണ്ട് അങ്ങോട്ട് അവിടെ മതി കൊണ്ട്. എല്ലാവരും സ്തോത്രത്തോടെ പ്രാർത്ഥനയുടെ ദിവസം വരുന്നതായിട്ട് കർത്താവേ സ്തോത്രം സ്തോത്രം പിതാവ് സ്തോത്രം പിതാവ് സ്തോത്രം പിതാവ് സ്തോത്രം സ്തോത്രം പിതാവ് സ്തോത്രം എല്ലാവർക്കും സ്തോത്രത്തോടെ മാനവരാശിയുടെ പാവപരിഹാരത്തിനായി സ്വർഗത്തിലെ സകല മഹിമകളെയും വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന് തിരുവെഴുത്ത് പോലെ തന്നെ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് ഇന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി വീണ്ടും വരുമെന്ന് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തു സഹോദരി അമ്മി വിശ്വസിക്കുന്നുവോ? ആമേൻ. വിശ്വസിക്കുന്നവരെ ആമേൻ സ്നാനപ്പെടുത്തുന്ന കർത്താവിന്റെ കൽപ്പനയാലും പ്രിയമകളുടെ സാക്ഷ്യവാചകങ്ങളാലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജലത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കാം, എന്നാൽ ജീവകിരീടം നിനക്ക് ലഭിക്കും.
പരിശുദ്ധനായ ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, പ്രിയമകളമ്മണി സഹോദരങ്ങളുടെ കയ്യിൽ സമർപ്പിക്കുന്നു കർത്താവ്. ഈ പൽക്കാലം അങ്ങയുടെ സാക്ഷി കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ മകളെ ഒരുക്കി കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. അപ്പൊ ഇനി മുതൽ ക്രിസ്തുവിന് വേണ്ടി കർത്താവ് നിൽപ്പാൻ മകളെ ബലപ്പെടുത്തണം, കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരു പാട്ട് നീരടികൾ നമുക്ക് പാടാം. ജയം 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 ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ആമേൻ. അടുത്തയാള് വന്നേ. ശത്രുഗണമൊന്നാകാവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി, ശത്രുഗണമൊന്നാകാവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി, വൈരിയുടെ എതിർപ്പുകൾ പാലിക്കയില്ലിനിയും, വൈരിയുടെ എതിർപ്പുകൾ പാലിക്കയില്ലിനിയും. ആമേൻ. എല്ലാവർക്കും സ്തോത്രത്തോടെ കർത്താവിനെ കർത്താവേ, മാനവരാശിയുടെ പാപപരിഹാരത്തിനായി സ്വർഗത്തിലെ സകല മഹിമകളെയും വെടിഞ്ഞു ഈ താണ ഭൂമിയിലേക്ക് വന്നു നമ്മുടെ പാപങ്ങളെ ചുമന്നു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആമേൻ. തിരുവെഴുത്ത് പറഞ്ഞതുപോലെ മരിച്ച് അടക്കപ്പെട്ട് ആമേൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ആമേൻ സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ട് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്കായി വേണ്ടി വീണ്ടും വരുമെന്ന് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രൈസി വിശ്വസിക്കുന്നു. ആമേൻ. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുന്ന കർത്താവിന്റെ വചനത്താലും പ്രിയമകളുടെ സാക്ഷ്യവാചകത്താലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജലത്തിൽ ഞാൻ എന്നെ സ്നാനപ്പെടുത്തുന്നു. ആമേൻ. ഹല്ലേലൂയ. മരണപര്യന്തം വിശ്വസ്തയായിരിക്കാം, എന്നാൽ ജീവിതം നിനക്ക് ലഭിക്കും. ആമേൻ. ആമേൻ. ബലം പിടിക്കരുത്, എല്ലാവരും മുങ്ങണം. താങ്ങ് കൊടുക്കണം, താങ്ങ് കൊടുക്കണം. കർത്താവേ, കർത്താവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം. ആമേൻ. സ്തോത്രം കർത്താവേ, സ്തോത്രം പിതാവേ. പരിശുദ്ധനെ അങ്ങേക്ക് മഹത്വം കർത്താവേ. എല്ലാവരും സ്തോത്രത്തോടെ കർത്താവേ, കർത്താവേ ഞങ്ങളുടെ മകനെ അങ്ങനെ കണ്ടെ സമർപ്പിക്കുന്നു. സ്തോത്രം സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ. ഇരുന്ന് കൊടുക്കണേ. മുക്കുമ്പോൾ ഇരിക്കണം, മൂക്കിൽ കൈവെക്കണം, പല മൂക്കിൽ കൈവെക്കണം. ആമേൻ. സ്തോത്രം കർത്താവേ. ഇപ്പൊ വിട്ടോ കൈവെക്കണം. ആമേൻ. മാനവരാശിയുടെ പാപപരിഹാരത്തിനായി സ്വർലോക മഹിമകളെ വെടിഞ്ഞ് ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നു. തിരുവെഴുത്ത് പറയുന്നതുപോലെ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്കായി വീണ്ടും അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൽ ലളിത വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്താൻ കർത്താവിന്റെ കൽപ്പനയാലും പ്രിയമകളുടെ ആമേൻ സാക്ഷ്യവാചകങ്ങളാലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ ഈ ജലത്തിൽ സ്നാനപ്പെടുത്തുന്നു. ആമേൻ. സ്തോത്രം. മരണപര്യന്ത വിശ്വസ്തയായിരിക്കുക, എന്നാൽ ജീവിതകിരീടം നിനക്ക് ലഭിക്കും. പരിശുദ്ധനായ ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, മകളുടെ കരങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. അപ്പൊ ഇപ്പോൾ കാലം അങ്ങനെ കർത്താവേ വചനം അനുസരിപ്പാൻ ഞങ്ങളുടെ കൽപ്പനകൾ അനുസരിപ്പാൻ നമുക്ക് ലഭിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. മകളെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൽ തന്നെ. പാട്ടിന്റെ രടികൾ നമുക്ക് പാടാം. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ശത്രുഗണമൊന്നാകാവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി, ശത്രുഗണമൊന്നാകാവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി, വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനി. മാനവരാശിയുടെ പാപപരിഹാരത്തിനായി ഈ സ്വർലോക മഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു
ആമേൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ആമേൻ ആണികളാൽ തറയപ്പെട്ട് തിരുവെഴുത്ത് പറയുന്നത് പോലെ മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആമേൻ തന്റെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി മടങ്ങി വരുമെന്ന് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രിയ പവിത്ര വിശ്വസിക്കുന്നുവോ? ആമേൻ. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവാൻ കർത്താവിന്റെ അന്ത്യകൽപ്പനയാലും ഇതിന്റെ സാക്ഷ്യവാദിത്വത്തിന്റെ അടിസ്ഥാനത്തിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജലത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ ജീവകരുടെ നിനക്ക് ലഭിക്കും. പരിശുദ്ധനായ ദൈവമേ സ്വർഗ്ഗ പിതാവേ, പവിത്രങ്ങളുടെ കരുണ സമർപ്പിക്കുന്ന കർത്താവ് ഞങ്ങളുടെ കൽപ്പന അനുസരിപ്പാൻ കൊടുത്ത ഭാഗ്യത്തിന് നന്ദി പറയുന്ന കർത്താവ് ഒരു പുതിയൊരു സൃഷ്ടിയായി എന്നേക്ക് വേണ്ടി ജീവിപ്പാൻ കർത്താവ് മകളെ സഹായിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ തന്നെ. പാട്ടിന് നമുക്ക് പാടാം. സ്വർപ്പുരമേ കരറിനോ സാക്ഷി നിൽക്കും എൻ മനമേ, യേശു എൻ പാപം തീർത്തനാ, യേശു എൻ പാപം തീർത്തനാ. മാനവരാശിയുടെ പാപപരിഹാരത്തിനായി സ്വർലോക മഹിമകളെ വെടിഞ്ഞു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി ആമേൻ ക്രൂശിൽ മരിച്ചു തിരുവെഴുത്ത് പോലെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആമേൻ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി വീണ്ടും വരുമെന്ന് ആമേൻ അരുളി ചെയ്ത യേശുക്രിസ്തുവിനെ പ്രിയ ദീപ വിശ്വസിക്കുന്നുവോ? ആമേൻ. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവാൻ കർത്താവിന്റെ കൽപ്പനയാലും പ്രിയമകളുടെ സാക്ഷ്യവാചകത്താലും ആമേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ മകളെ ഈ ജലത്തിൽ ഞാൻ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ ജീവികളുടെ നിനക്ക് ലഭിക്കും. പരിശുദ്ധനായ ദൈവമേ സ്വർഗ്ഗ പിതാവേ, അവൾ ഞങ്ങളുടെ കരുണ സമർപ്പിക്കുന്ന കർത്താവേ, ഈ ദിനത്തിൽ കർത്താവ് ഞങ്ങളുടെ കൽപ്പന സ്വീകരിപ്പാൻ അനുസരിപ്പാൻ മകൾക്ക് കൊടുത്ത ഭാഗ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. തുടർന്നുള്ള ഭാവി അനുഗ്രഹമായി തീർക്കാം. യേശു നാമത്തിൽ തന്നെ. ആ ഭാഗ്യനാൾ ആ പാട്ട് പാടാം. ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്തനാൾ, ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്തനാൾ. മാനവരാശിയുടെ പാപപരിഹാരത്തിനായി സ്വർലോക മഹിമകളെ വെടിഞ്ഞു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തിരുവെഴുത്ത് പറയുന്നത് പോലെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി മടങ്ങി വരുമെന്ന് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നുവോ? ആമേൻ. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവാൻ കർത്താവിന്റെ കൽപ്പനയാലും എൻ്റെ വചനത്തിന്റെ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ ജലത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ ജീവകരുടെ നിനക്ക് ലഭിക്കും. പരിശുദ്ധനായ ദൈവമേ സ്വർഗ്ഗ പിതാവേ, മകളെ ഞങ്ങളുടെ കരങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ്, പലതരങ്ങളുടെ കൽപ്പനകളെ അനുസരിപ്പാൻ മകൾ കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, അങ്ങയുടെ കരങ്ങളെ സമർപ്പിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ തന്നെ. ആമേൻ. ഇവിടെ കാണികളായി വന്നിരിക്കുന്ന അനേകരുണ്ടല്ലോ. നിങ്ങളോട് ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുകയാണ്, ആമേൻ, ആരെങ്കിലും കർത്താവിനെ അറിയാതെ, ആമേൻ, രക്ഷയിലേക്ക് കടന്നു വരാതെ, മാനസാന്തരത്തിൽ കടന്നു വരാതെ ആമേൻ ആയിരിക്കുന്നുവെങ്കിൽ എനിക്കും കർത്താവിനെ സ്വീകരിക്കണം, എനിക്കും കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കണം ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ആമേൻ നിങ്ങൾക്ക് ഇവിടെ കടന്നു വരാം. അതിനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. ആമേൻ. കർത്താവ് ഇത്രത്തോളം ദൈവം സഹായിച്ചുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും അല്പം നേരം നമുക്ക് സ്തോത്രം ചെയ്യാം. ശുശ്രൂഷകളെല്ലാം കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് കർത്താവെ
ഹല്ലേലൂയ. ഇന്ന് പകരം അടിയങ്ങൾക്ക് ഈ ഭാഗ്യപദവിയിലേക്ക് പങ്കാളികളാകുവാനിടയായത് സ്നാനപ്പെട്ട 7 പേരെ ദൈവം സമർപ്പിക്കും. ഇനിയും കർത്താവിനെ സ്നാനപ്പെടുകയുള്ളവരുണ്ട്. അവർക്ക് ഇതൊരു വെല്ലുവിളിയായി വരുന്ന ആളുകളിൽ പലരും സ്നാനപ്പെടുവാനിടയായി തീരട്ടെ. കർത്താവെ ഹല്ലേലൂയ. തന്റെ കുഞ്ഞുങ്ങൾ തീരുമാനമെടുത്ത പ്രകാരം ലോകത്തോടും പാപത്തോടും പിശാചിനോടും വേർവിട്ട് ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ കർത്താവ് അവർക്ക് കൃപ നൽകണമേ. നന്ദി കർത്താവെ. ശുശ്രൂഷിപ്പാൻ നിന്റെ ദാസനെ ബലപ്പെടുത്തിയല്ലോ. പ്രത്യേക അഭിഷേകത്താൽ നിറച്ചല്ലോ. ശുശ്രൂഷ അനുഗ്രഹമാക്കി നന്ദി കർത്താവേ. ഹല്ലേലൂയ. അവിടുത്തെ നാമം മഹത്വപ്പെട്ടതിനായ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളോടൊപ്പം അനേക വിശുദ്ധന്മാർ, അനേക ദൂതന്മാർ സാക്ഷിയായി ഞാൻ ചുറ്റുമുണ്ടായിരുന്നല്ലോ. നന്ദി കർത്താവേ. പങ്കെടുത്ത എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇനിയും ഈ കർത്താവെ സ്നാനക്കുളത്തിൽ അനേകരെ സ്നാനപ്പെടുത്തുവാൻ